ശർമാജി, നമുക്ക് കത്ത് വന്നിരിക്കുന്നത് ദുബായിൽ നിന്നാണ്. സഞ്ജു വിശ്വനാഥനാണ് കത്ത് അയച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഞാനിവിടെ ജോലിക്ക് കയറിയിട്ട് 5 വർഷമായി. കമ്പനി മാനേജ്മെന്റിൽ നിന്ന് ചില പ്രശ്നങ്ങൾ കുറച്ചിടെയായിട്ട് നേരിടേണ്ടി വരികയാണ്. ജോലി ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാകുകയാണ്. ജോലി വിട്ടാലോ എന്നാണ് ഇപ്പോൾ ചിന്ത. എന്താണ് ഇതിനൊരു പരിഹാരം എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. സഞ്ജു വിശ്വനാഥൻ്റെ തുലാം രാശി ചോദ്യ നക്ഷത്രമാണ്. വ്യാഴഗ്രഹം ചാരവശാൽ അഷ്ടമ രാശിയിൽ, അതായത് 8ാം രാശിയിൽ, ഇടവരാശിയിൽ നിൽക്കുന്നു. ചിത്തിര ജ്യോതി വിശാഖം നക്ഷത്രം തുലാം രാശിക്കാർക്ക് അത്യധികം കഷ്ടതയും ക്ലേശങ്ങളും ഓർക്കാപ്പുറത്ത് വരുന്ന കാലഘട്ടമാണ്. മനസന്താന സ്ഥാനത്ത് ശനിയും നിൽക്കുന്നു. മനക്ലേശം, ഇച്ഛാഭംഗം, സന്താനക്ലേശം, തൊഴിൽപരമായ ചതി, കെണി, വഞ്ചന, തരം താഴ്ത്തൽ അല്ലെങ്കിൽ അധ്വാന ഭാരത്താൽ ജോലി വേണ്ട അല്ലെ വേറെ ഏതെങ്കിലും ജോലിക്കായിട്ട് ശ്രമിക്കുകയും മറ്റേതെങ്കിലും കമ്പനികൾ ഇത് ലാക്കാക്കി നല്ല കഴിവുള്ള ഉദ്യോഗസ്ഥരെയും മറ്റും കൂടുതൽ പ്രലോഭനങ്ങൾക്ക്, അതായത് കൂടുതൽ ശമ്പളം തരാം, പ്രമോഷൻ തരാം, MD ആക്കാം എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ വാഗ്ദാനങ്ങൾ ചെയ്ത് ഒരു ജീരകമുട്ടായി പോലെ ഉള്ളിൽ വിഷമായിരിക്കും, വെളിയിൽ മധുരവും. തക്ക സമയത്ത് ഏതെങ്കിലും അബദ്ധമോ അമളിയോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരോ വഞ്ചിക്കുകയും ധന ഇടപാട് സംബന്ധമായിട്ടോ തൊഴിൽപരമായിട്ടോ കൃത്യവിലോപനങ്ങളിൽ ഉൾപ്പെട്ട് എന്തെങ്കിലും ജോലി നഷ്ടപ്പെടാനോ ഈ തക്കം നോക്കി മറ്റാരെങ്കിലും മാടി വിളിക്കാനും അങ്ങോട്ടേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ കേസോ വഴക്കോ ഉണ്ടായി ജയിലോ ശിക്ഷയോ ഒക്കെ ഉണ്ടാക്കി വെക്കാനും, അഥവാ അതിൽ നിന്നൊക്കെ ഊരി രക്ഷപ്പെട്ടാൽ പറയുന്ന കമ്പനിയിൽ ജോലി കിട്ടാതെ വരികയോ അവിടെ നമുക്ക് വാഗ്ദാനം ചെയ്തവരാ തത്സമയത്ത് ഇല്ലാതെ വരികയോ അല്ലെ വാഗ്ദാനം തന്ന ശമ്പളമോ ഒന്നുമില്ലാതെ വരികയോ, അതുമല്ലെങ്കിൽ കടിച്ചതുമില്ല, ഒഴുക്കത്ത് വന്നതുമില്ല, ഒറ്റാലിക്കടന്നതുമില്ല എന്ന് പറയുന്ന മാതിരി ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. ഈ ഒരു സന്ദർഭമാണ് തുലാം രാശിക്കാർക്ക്. തൊട്ടതൊക്കുമേ പൊട്ടിടും, നനച്ചതെല്ലാമേ തെറ്റിയിടും, അടിസ്ഥാനങ്ങൾ പലതും മാറ്റമുണ്ടായിടും, കൂടെ നിൽക്കുന്നവർ ചതിച്ചിടും, ചതിവ് അതുപോലെ കളവ്, മോഷണം മുതലായതിനകത്ത് ഉൾപ്പെടുക, വിശ്വാസവഞ്ചനയിൽ പെടുക, ഏതെങ്കിലും തരത്തിൽ സ്തുതിപാഠകർ വന്ന് ലോണോ കാര്യങ്ങളോ ഒക്കെ വാങ്ങിയിട്ട് അവസാനം ഇത് അടയ്ക്കാതെ വരിക, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം കൂടെ വഹിക്കേണ്ടി വരിക. ഏതായിരുന്നാലും ഭാരിച്ചൊരു ഉത്തരവാദിത്വത്തിൻ്റെ ചുമതലയും കൂടെ നിൽക്കുന്നവർ വഞ്ചിക്കപ്പെടുകയും ഒറ്റയ്ക്കാക്കുകയും കുടുംബത്തിലാണെന്നുണ്ടെങ്കിൽ സന്താനങ്ങളെ സംബന്ധിച്ച് പ്രയാസവും അവരാൽ എന്തെങ്കിലും തരത്തിലുള്ള അപമാനമോ ആരോപണമോ കഷ്ടനഷ്ടങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഒക്കെ വരുത്തി വെക്കുകയും ഒക്കെ ചെയ്തിട്ട് കുണ്ഠിതമാവേണ്ട ഒരു കാലഘട്ടമാണ്. മെയ് മാസം വരെ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ഇപ്പം ദുരിതമുണ്ടെങ്കിൽ തന്നെയും കടിച്ചു പിടിച്ച് നിൽക്കുക. ശമ്പളം ഒക്കെ കുറവാണെങ്കിലും അല്ലെങ്കിൽ അധികാരികളുടെ സമ്മതപത്രമോ സന്തോഷമോ സൗഹാർദ്ദമോ ഇല്ലെങ്കിൽ പോലും അവയെല്ലാം കടിച്ചും ക്ഷമിച്ചും സഹിച്ചും നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. പുതിയ സ്ഥലങ്ങളിലേക്ക് മാറി വിളിക്കും, അത് അത്ര വിശ്വസിക്കേണ്ട. ഇരിക്കുന്നിടോ ഇല്ല, നിൽക്കുന്നിടോ ഇല്ല, ചെന്നിടോ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വരും. കാരണം ഭാഗ്യത്തിലേക്കൊക്കെ വ്യാഴദൃഷ്ടി ഉണ്ടെങ്കിലും രാഹുഗതുക്കൾ 6ാം രാശിയിലും 12ാം രാശിയിലും നിൽക്കുന്നത് ഒരു പ്രത്യേകതരം കെണിയിൽ പെടുത്താനുള്ള സാധ്യതകളാണ്. മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട്. അതുപോലെ കൂടെ നിൽക്കുന്നവർ ഏതെങ്കിലും ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി നിലവിലുള്ള സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുത്താൻ സഹപ്രവർത്തകരാലോ കീഴ്ഘടകങ്ങളാലോ അല്ലെങ്കിൽ അധികാരികളാലോ, ഇതുമല്ലെങ്കിൽ നമ്മളെ അവിടെ ഇരുത്തിയിരിക്കുന്നോ അവരാലോ ഉണ്ടാവും. സേവിച്ചു വരുന്ന യജമാനൻ തന്നെ ബാധയായി തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ അവസരം നിൽക്കുന്നിടത്ത് ഇരിക്കുന്നിടത്ത് ഉറച്ചിരിക്കുക, നിൽക്കുന്നിടത്ത് ഉറച്ചു നിൽക്കുക. അവിടെ ഉണ്ടാവുന്ന കാറ്റോട്ടിലെ മണ്ണ് പോയാലും ശരി, അവിടെ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ള ദൃഢപ്രതിജ്ഞ ചെയ്യുക. കഴിവതും വ്യാഴപ്രീതികൾ ചെയ്യുക, ശനിപ്രീതിയും ചെയ്യുക. നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തന്നമാമി ശനീശ്വരം. ശനിയാഴ്ച ദിവസങ്ങളിൽ ഈ ശ്ലോകങ്ങൾ കൊണ്ട്, ഈ സ്തോത്രങ്ങൾ കൊണ്ട് ശാസ്താവിന് നീരാഞ്ജനം, പുഷ്പാർച്ചനകൾ, എള്ളു നിവേദ്യം മുതലായവയും, ശനിയാഴ്ച കഴിവതും സസ്യാഹാരം ഒരിക്കലെടുക്കുക ഇത്യാദികളും, ശനിയാഴ്ച സാധുക്കൾക്ക് അന്നദാനം
വസ്ത്രദാനം, ഔഷധം ഇവ യഥാശക്തി കൊടുക്കുക. ഇങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് മെയ് മാസം വരെ ഇരിക്കുക. മെയ്ക്ക് ശേഷം നിലവിലിരിക്കുന്നിടം തന്നെ ഒരു ശുദ്ധീകരണം ഉണ്ടാവും. നമ്മുടെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ മുൻനിർത്തി ഡിപ്പാർട്ട്മെൻറ്റ് സഹായിക്കും. അവയിൽ നിന്ന് തന്നെ പ്രമോഷനോ ശമ്പള വർധനവോ അംഗീകാരമോ കിട്ടും. മനസ്ഥാനത്തുണ്ട് ശനിയുടെ മാറ്റങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പം സന്താനങ്ങളെ സംബന്ധിച്ചുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും അതിന് ഒരു മാറ്റം, അനുകൂലമായ മാറ്റങ്ങളും അവരെ കൊണ്ട് ഗുണഗണങ്ങളും ഉണ്ടാവേണ്ട ഒരു സമയം വരും. ഇപ്രകാരം സംഭവിച്ചു കഴിയുമ്പോൾ വീണ്ടും ദേവാമൂർത്തിലോട്ട് കത്തയക്കുക.